Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68th International Successful Operation. Hostage negotiator, field agent, spy. சென்னையில் ஏதோ இடத்துல பாம்பு வைக்க போறாங்க. சொல்லு, வயசாயிடுச்சு, ஸ்குவாட் விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளவு வயசான என்னையா? A lion is always a lion. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஹையா. Hi friends, once again welcome back to T-Blogs. It's me, Tinu Varghese. ഓൾറെഡി നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഗോട്ട് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ട്രെയിലർ ഓൾറെഡി റിലീസായിട്ടുണ്ട്. ദളപതി വിജയ് നായകനായിട്ടുള്ള അദ്ദേഹം 2 റോളുകളിൽ വരുന്നത്. എൻ്റെ ട്രെയിലറും കാര്യങ്ങളും കാണിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഒരു കുഞ്ഞു ചാനലായതുകൊണ്ട് എൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടി ട്രെയിലർ ഇടുവാണെങ്കിൽ ഓൾറെഡി കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. പക്ഷേ എനിക്ക് ഈ ട്രെയിലർ കണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ ട്രെയിലർ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓൾറെഡി ഇത് ഒരു ടിപ്പിക്കൽ ഫിലിം പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് പറയത്തക്കതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ പല അദ്ദേഹത്തെ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്ന വിജയ് ഉണ്ടായിരുന്നില്ല, അത് വിഷ്വലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. എന്നിരുന്നാൽ കൂടി എന്തോ എവിടെ ഒരു ഇരിച്ച് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക എന്തോ ഒരു വല്ലായ്മ പോലെ ആ ഒരു സീൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, നമുക്ക് ഞാൻ റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. പിന്നീട് നമ്മൾ കഥയിലോട്ടല്ല, ഇതിൻ്റെ പല സീക്വൻസിലും എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലാസ്റ്റ് ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു തെലുങ്ക് പടത്തിൻ്റേതായിട്ടുള്ള എല്ലാ മിക്സിങ് എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമകളിൽ എനിക്കൊന്ന് 2ാമത്തെ സിനിമയോ എങ്ങാണ്ടാന്ന് തോന്നും. പിന്നീട് പറയുവാണെങ്കിൽ ഈ ഒരു ട്രെയിലറും മോശമായി ഇരുന്ന് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ സിനിമയുടെ ട്രെയിലർ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഈ സിനിമയിൽ നമ്മുടെ മലയാളിക്കാരമായിട്ടുള്ള ജയറാമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമ ആദ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യം സംവിധാനം ചെയ്യാനിരുന്ന ആറ്റ്ലി ആയിരുന്നു. പിന്നീട് അത് വെങ്കട്ടപ്പുഴയിലോട്ട് മാറി. പിന്നീട് ഒരുപാട് നിർമ്മാതാക്കൾ അങ്ങനെ കറങ്ങിക്കുത്തി. പിന്നെ ഈ സിനിമയിലെ പല സീക്വൻസും കണ്ട് നോക്കിയപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെയിലറാണ് കേട്ടോ. ഈ ട്രെയിലറിലെ പല സീക്വൻസും കണ്ട് നോക്കിയപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിജയുടെ പല രൂപങ്ങളും നമ്മുടെ ഇതിൽ പഴയ സിനിമയായ ലിയോ, ഈ തൊട്ടടുത്തിറങ്ങിയ ലിയോയെ കണ്ടിട്ടുള്ള പല സീക്വൻസുകളാണ് എനിക്ക് ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ, വന്നു പോയിട്ടുള്ള പ്ലോട്ടുകളാണ്. കാരണം ഇതിനകത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ അച്ഛൻ മകൻ ബന്ധമെന്നല്ല, അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഡബിളായിട്ട് വരിക. വിജയുടെ ഇപ്പം ഏകദേശമുള്ള എല്ലാ സീക്വൻസിലും ഉണ്ട്, എല്ലാ സിനിമകളിലും ഉണ്ട് ഡബിളായിട്ടുള്ള ഏതെങ്കിലും റോള്. അതൊരു വിജയപരമായിട്ടുള്ളൊരു ഫോർമാറ്റായി മാറി. പിന്നെ ഏറ്റവും അവസാനം പറയുന്ന ഡയലോഗ് കലക്കി ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞുള്ള. ഓക്കെ, എനിവേ താങ്ക്സ്. മീ ടിനു വർഗീസ്, T-Blogs. എനിക്ക് ആ വിഷ്വലും കാര്യങ്ങളും ഒക്കെ കാണിക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ആ വിഷ്വൽ ചെറുതായിട്ടിടും. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, മീ ടിനു വർഗീസ് ഫ്രം T-Blogs സൈനിങ് ഔട്ട്.